ഇന്ന് ഞാൻ ഒരു നെയ്ച്ചോറിന്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാമായിരിക്കും. പക്ഷേ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് നമുക്കിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതായിട്ടും അല്ലെ കുഴഞ്ഞു പോകുന്നതായിട്ടും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതും കുക്കറിൽ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നെയ്ച്ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ പാനിലും നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ നിങ്ങൾ സമയം അനുസരിച്ച് ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇത് ജീരകശാല അരിയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ചെറിയ അരി കൊണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അത് 3/4 കിലോ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് 250 ml 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ അരി കൊണ്ട് ആവറേജ് ഒരു 7 മുതൽ 8 ആളുകൾ വരെയാണ് കഴിക്കുന്നതെന്നാണ് കണക്ക് പറയുന്നത്. സാധാരണ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാണ് നമ്മൾ എടുക്കാറുള്ളത്. പക്ഷെ കുക്കറിലായതുകൊണ്ട് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്താൽ മതി. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഈ 3 ഗ്ലാസ് അരിക്ക് ഇവിടെ 5.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് അരിക്ക് കുക്കറിലല്ലാതെ ആണെങ്കിൽ 6 ഗ്ലാസ് ആണ് വേണ്ടത്. പക്ഷെ ഇവിടെ 5.5 ഗ്ലാസ് ആണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് സൈഡിൽ മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ വേണം. ഞാൻ എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് പറഞ്ഞുതരാം. ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കും. അത് സാധാരണ നല്ല ജീരകവും ചേർത്ത് കൊടുക്കും, അതായത് ചെറിയ ജീരകം അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കും. ചില സമയത്ത് പെരുംജീരകവും ചേർത്ത് കൊടുക്കും. അതിലേതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. 1 ടീസ്പൂണാണ് ജീരകം എടുക്കുന്നത്. അപ്പം നല്ല ജീരകത്തിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ പെരുംജീരകം ആണെങ്കിലും എടുത്തോളുക. പിന്നെ ജീരകം ചേർത്ത് കൊടുത്തില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. ഇത് ഏലക്കയാണ്. ഏലക്ക ഇവിടെ 1 കിലോ അരിയാണെങ്കിൽ 6 or 7 ഏലക്കയാണ് നമുക്ക് വേണ്ടുന്നത്. പക്ഷേ ഇവിടെ ഞാൻ 3/4 കിലോയ്ക്ക് 5 ഏലക്ക എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 2 ഇഞ്ച് കഷ്ണം കറുവാപ്പട്ടയാണ്. 1 കിലോ അരിക്ക് 7 or 8 ഗ്രാമ്പുമാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്നാണ് കണക്ക്. അത് പ്രകാരം ഞാനിവിടെ ഒരു 5 or 6 ഗ്രാമ്പു എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ജീരകം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇത് ഞാൻ നല്ല ജീരകമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചില സമയത്ത് ഞാൻ പെരുംജീരകം ചേർത്ത് കൊടുക്കാറുമുണ്ട്. പിന്നെ തക്കോലം ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്തില്ലെങ്കിലും യാതൊരു പ്രശ്നമില്ല, ഓപ്ഷണലാണ്. ഇനി നമുക്ക് വേണ്ടുന്ന കുരുമുളക് നിങ്ങൾ ഒരു 3/4 ടീസ്പൂൺ എടുത്തോളുക. 1 കിലോ അരിക്കാണെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഇത്രയുമാണ് സ്പൈസസ് നമുക്ക് വേണ്ടുന്നത്. ഇത് സൈഡിൽ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു നാരങ്ങയാണ്. കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഒരു നാരങ്ങയുടെ നീര് നമ്മൾ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അതായത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതിനി നെയ്യാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം നെയ്യും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തരാം. ഇത് കൂടാതെ ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞതാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കനം കുറച്ച് അരിയണം എന്ന് നിർബന്ധമില്ല. 3/4 കിലോ അരിക്ക് ഒരു സവാളയാണ് വേണ്ടുന്നത്. അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ എങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 5 ലിറ്ററിന്റെ കുക്കറാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. 5 ലിറ്ററിന്റെ കുക്കറിൽ 1 കിലോ അരി വേകും. ഇതിലോട്ട് 1/4 കപ്പ് നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യുടെ അളവ് കുറഞ്ഞു പോയാൽ നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന്റെ സോഫ്റ്റ്നെസ്സും കുറഞ്ഞു പോവും, അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് ചൂടാറി കഴിയുമ്പോൾ. അതുകൊണ്ട് നെയ്യ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. നെയ്യ് നല്ല പോലെ ചൂടാവുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് പൊട്ടി തുടങ്ങും. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളുക, അതിൽ കുഴപ്പമില്ല. അങ്ങനെ പൊട്ടി തുടങ്ങുന്ന സമയത്ത് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത്. സവാള ചേർത്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി. അതായത് ഏകദേശം 2 മിനിറ്റോളം വഴറ്റി കൊടുത്താൽ മതി. അല്ലാതെ കളർ മാറി തുടങ്ങുന്ന ഇടം വരെ വഴറ്റി കൊടുക്കരുത്. അങ്ങനെ കളർ മാറിയാൽ നെയ്ച്ചോറുണ്ടായി വരുമ്പോൾ ആ നെയ്ച്ചോറിനും ഒരു ലൈറ്റ് യെല്ലോ കളറൊക്കെ ആയി വരും. വൈറ്റ് കളറിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇവിടെ സവാളയൊക്കെ നമ്മളിപ്പോൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച അരി 15 മിനിറ്റ് കഴുകി വാരി കുതിർത്തി വെക്കണം വെള്ളത്തിൽ. എന്നിട്ട് അത് അരിപ്പയിൽ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്ത അരിയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. ഇതിന് നല്ലപോലെ ഒന്ന് ഇളക്കി ഹൈ ഫ്ലെയിമിൽ ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതായത് ഇതിനെ ഒന്ന് വറുത്ത പോലെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. 3 മിനിറ്റ് കൂടുതലൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല.
അടിയിൽ ഒട്ടിപ്പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് ഈ അരിക്ക് പാകമായ വെള്ളമാണ് നമുക്ക് വേണ്ടത്. വെള്ളം നമ്മൾ മറ്റൊരു പാത്രത്തിൽ എടുത്തിട്ട് അതിൽ ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഉപ്പ് അല്പം മുൻപിൽ നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് അത് നല്ലപോലെ തിളപ്പിക്കുക. തിളച്ച വെള്ളമാണ് ഈ അരിയിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. കണ്ടില്ലേ, ഇപ്പം വെള്ളം ഒഴിച്ച ഉടനെ തന്നെ തിളച്ച് വന്ന് കണ്ടില്ലേ. എന്നിട്ട് ഈ നല്ലപോലെ ഈ അരിയുമായിട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉപ്പ് അല്പം മുൻപിൽ നിന്നാലേ അരി വെന്ത് വരുമ്പോൾ പാകമാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തോളുക. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കുക്കർ അടച്ചു വെക്കുക. സാധാരണ ഞാൻ ഇത്രയും വരെയുള്ള സ്റ്റെപ്പ് ചെയ്തിട്ട് കുക്കർ അടച്ചു വെച്ച് ഇതിനകത്ത് വെയിറ്റും ഇട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വരുമ്പോൾ തീ ഓഫ് ചെയ്തിടുമായിരുന്നു. എന്നിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ആവി പോയിട്ടാണ് ഞാൻ തുറന്ന് നെയ്ച്ചോറ് ഒന്ന് ഇളക്കിയെടുക്കുന്നത്. അപ്പോഴും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള രീതി എൻ്റെ കസിൻ എനിക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഹൈ ഫ്ലെയിമിലിട്ട് ഇതിനകത്തൂടെ നല്ലപോലെ ആവി പുറത്തോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് വെയിറ്റ് നമ്മൾ ഇട്ടിട്ട് തീ ഓഫ് ചെയ്ത് അവിടെ ഇടുക. അതായത് കുക്കറിൻ്റെ അടപ്പിൻ്റെ ആ ഹോളിലൂടെ നല്ല ശക്തിയിൽ ആവി വന്നു തുടങ്ങുമല്ലോ, ആ സമയത്താണ് വെയിറ്റ് ഇട്ട് അവിടെ വെക്കേണ്ടത്. അപ്പം തന്നെ തീ ഓഫ് ചെയ്തേക്കുക. വിസിൽ വരുത്താനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. കുക്കറിൻ്റെ ഈ വെയിറ്റ് പൊക്കി നമ്മൾ ആവി കളയരുത്. കുക്കർ ഇങ്ങനെ വെയിറ്റ് ഇട്ടിട്ട് തീ ഓഫ് ചെയ്ത് അരമണിക്കൂറോളം അവിടെ അനക്കാതെ സൈഡിൽ മാറ്റി വയ്ക്കുക. ഈ കുക്കറിലിരുന്ന് തന്നെ ആവിയൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാത്ത നല്ല അടിപൊളി നെയ്ച്ചോറ് നമുക്ക് കിട്ടും. ഇങ്ങനെ കുക്കറിൽ ഉണ്ടാക്കിയെടുത്ത നെയ്ച്ചോറാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല അടിപൊളി നെയ്ച്ചോറായിരുന്നു. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് പാനിൽ എങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതെന്നും പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സും കൂടിയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ പാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3 ഗ്ലാസ്സൊക്കെ അരി എടുക്കുമ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം നെയ്യ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആ നേരത്തെ പറഞ്ഞ പോലെ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്ത്, ഇത്തവണ ഞാൻ ഇതിനോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്ന ജീരകം പെരിഞ്ജീരകമാണ്. നേരത്തെ ഞാൻ നല്ല ജീരകമായിരുന്നു, അതായത് ചെറിയ ജീരകമായിരുന്നു ചേർത്ത് കൊടുത്തിരുന്നത്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ്. സവാള അധികം നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല, കളർ മാറരുത്. ഇനി സവാള ചേർത്ത് ഒരുവിധം വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നേരത്തെ കുക്കറിൽ അരി വറുത്തിട്ട് ആയതുകൊണ്ടാണ് ഞാൻ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തത്. ഇത് സാധാ രീതിയിൽ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതിൽ ഞാൻ ഈ സവാളയൊക്കെ വഴന്ന് വരുമ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കും. നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് തിളച്ച വെള്ളമല്ല. വെള്ളത്തിന്റെ അളവെന്ന് പറഞ്ഞാൽ പാനിലായതുകൊണ്ട് ഡബിൾ വെള്ളം എടുക്കണം, അരിയുടെ ഡബിൾ വെള്ളം എടുക്കണം. 3 ഗ്ലാസ്സിന് 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തത്. ഇതിലോട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും അല്പം മുൻപിൽ നിർത്തി വേണം ചേർത്ത് കൊടുക്കാൻ, എങ്കിലേ അരി വെന്ത് വരുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. ഇനി ഈ വെള്ളം നല്ലതുപോലെ തിളയ്ക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ച് തിളപ്പിക്കുക. നല്ലതുപോലെ തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് 15 മിനിറ്റ് കുതിർത്തി കഴുകി വാരിയ അരി അരിപ്പയിലെടുത്ത് വെള്ളം കളഞ്ഞതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അരിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ആ സമയത്തും ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം തീ ഇരിക്കുന്നത്. അങ്ങനെ അരി ചേർത്ത് കൊടുത്തിട്ട് തിളച്ചു വരുമല്ലോ, തിളച്ചു വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് തീ മാറ്റിയതിന് ശേഷം മൂടി വെച്ച് ആ വെള്ളം വറ്റി വരുന്ന സമയം വരെയും വെയിറ്റ് ചെയ്യുക. വെള്ളം നല്ലപോലെ വറ്റി വരുമ്പോൾ നെയ്ച്ചോറ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഞാനിപ്പം നാരങ്ങാനീര് ചേർത്ത് കൊടുത്തില്ലെന്നേ ഉള്ളൂ, പാനിലായതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നതാണ്. കുക്കറിലാണെങ്കിൽ നാരങ്ങാനീരും കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്ന ഓപ്ഷണലാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അരി ചേർത്ത് കൊടുത്തതിന് ശേഷം കുക്ക് ചെയ്യാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പറയാൻ പോകുന്നത് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1 കിലോ അരി കൊണ്ട് ആവറേജ് ഒരു 7 മുതൽ 8 ആളുകൾ വരെയാണ് കഴിക്കുന്നത്. പിന്നെ അത് ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. പക്ഷേ 2 കിലോ അരി കൊണ്ടാവുമ്പോൾ ഒരു 15 പേര് കഴിക്കും എന്നാണ് ഏകദേശം ഒരു കണക്ക്. അങ്ങനെ 15 പേരിലും കൂടുതൽ മെമ്പേഴ്സ് ഉണ്ട് എങ്കിൽ നമ്മൾ 2 കിലോയുടെ മുകളിലോട്ട് അരി എടുക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പാനിൽ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. കാരണം കുക്കർ 10 ലിറ്ററിന്റെ മുകളിലോട്ട് കിട്ടില്ല. 10 ലിറ്ററിന്റെ കുക്കർ ആണെങ്കിലും 2 കിലോ ഒക്കെ തന്നെ വേകുള്ളൂ. അതിലും കൂടുതൽ കുക്കറിൽ വേവിച്ചാലും നെയ്ച്ചോറ് ശരിയാവില്ല, കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്.
അതായത് 2 കിലോ അരി എന്ന് പറയുന്നത് 8 ഗ്ലാസ് അരിയാണ്. 250 ml 8 ഗ്ലാസ് അരിയാണ് 2 കിലോ അരി എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 കിലോ അരിക്ക് അതായത് 16 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. അതുവരെയും കുഴപ്പമില്ല. ഇനി 8 ഗ്ലാസ് അരി എന്നുള്ളത് നമ്മൾ 9 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 18 ഗ്ലാസ് വെള്ളം എടുക്കാൻ പാടില്ല. അതിന് പകരം 17 ഗ്ലാസ് വെള്ളം എടുക്കുക എന്നാണ് പറഞ്ഞത്. കൂടുതൽ അരി വരും തോറും, അതായത് 2 കിലോയുടെ മുകളിലോട്ട് വരും തോറും വെള്ളത്തിന്റെ അളവ് ഡബിൾ എടുക്കാതെ ഇത്തിരി കുറച്ചേ എടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നെയ്ച്ചോറിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ നെയ്ച്ചോറ് ഉണ്ടാക്കിയ ദിവസം ഞാൻ നെയ്ച്ചോറിന്റെ ഒപ്പം പുതിയൊരു റെസിപ്പിയും കൂടി ട്രൈ ചെയ്തു. മംഗലാപുരം സ്റ്റൈല് ചിക്കൻ ഗീ റോസ്റ്റ്. നല്ല അടിപൊളി കറിയായിരുന്നു. നെയ്ച്ചോറും ഈ ചിക്കൻ ഗീ റോസ്റ്റും കൂടി നല്ലൊരു കോമ്പിനേഷനുമാണ്. അപ്പം ഈ ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ വെജും നോൺ വെജും ആയിട്ടുള്ള കുറേ കറികളുടെ റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ എല്ലാം വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്താൽ വലിയൊരു സപ്പോർട്ടായിരിക്കും അത്. സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ഗുഡ് ബൈ.